സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമര ഗേറ്റ് തുറന്നു. ഇടത് ഭരണകാലത്ത് അടഞ്ഞുകിടന്ന 2-ാം നമ്പർ നോർത്ത് ഗേറ്റാണ് തുറന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന 2-ാം ദിനമാണ് വർഷങ്ങളായി പൂട്ടിക്കിടന്ന സമര ഗേറ്റ് തുറന്നത്. തലസ്ഥാനത്തെ സമരചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്തിയിട്ടുള്ള സമരഗേറ്റ് തുറക്കുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ 6 മന്ത്രിമാരുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലേക്കുള്ള വഴിയിലേക്കാണ്. പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി VD സതീശൻ ഔദ്യോഗിക വാഹനത്തിൽ നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് വന്നതും ചരിത്രമായി. ഇടത് സർക്കാരിന്റെ ഭരണസമയത്ത് ഇടയ്ക്ക് തുറന്നുവെങ്കിലും വർഷങ്ങളായി ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഗേറ്റിന് താഴിട്ടത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ജനപ്രിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമാണ് മുന്നോട്ട് വച്ചത്. അതിനു പിന്നാലെയാണ് സമരഗേറ്റും ജനങ്ങൾക്കായി തുറന്നിട്ടത്. ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രി അദ്ദേഹം ഇന്നലെ ചുമതലയേറ്റു. അതിനുശേഷം നേരം പുലർന്നപ്പോൾ തന്നെ ഈ സമരഗേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ കവാടം തുറന്നിരിക്കുന്നു. പൊതുജനത്തിന് പാസ് എടുക്കണം. പാസ് എടുത്താൽ പോലും ഇതുവഴി പോകാമല്ലോ. മറ്റേ ആരെയും കടത്തിവിടാതെ മുള്ളുവേലിവേലുള്ള ബാരിക്കേഡുകൾ ഇവിടെ അടച്ചു വച്ച് ജനങ്ങൾക്കൊരു മൂകതയായിരുന്നു പ്രധാന ഗേറ്റ്. നിലവിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ ഗേറ്റിലൂടെ പ്രവേശനമുള്ളത്. എനിക്ക് പിന്നിൽ തുറന്നു കിടക്കുന്നത് ജനാധിപത്യത്തിന്റെ ഗേറ്റാണ്. ഇതാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന് പറഞ്ഞു വെക്കുകയാണ് UDF സർക്കാർ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.